പോണത് യോഹന്നാൻ 4:34 ഇതിനെ കൂടെ ചേർത്ത് വരുന്നൊരു വചനമാണ്, ഞെട്ടിക്കുന്ന വചനമാണ് യോഹന്നാൻ 17:4. രണ്ടും ഒരു വചനമാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദൈവതിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് സ്വസ്ഥഗീതം പാടുന്ന, സഹനങ്ങളിൽ സ്വസ്ഥഗീതം പാടുന്ന സുന്ദരമായ ഒരു സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത്. യോഹന്നാന്റെ സുവിശേഷം 4:34 വായിച്ചേ. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അപ്പൊ അതൊരു ഭക്ഷണമാണ്. രണ്ട് ഭക്ഷണമുണ്ട്, സ്പിരിച്വൽ ഫുഡും ഉണ്ട്, മെറ്റീരിയൽ ഫുഡും ഉണ്ട്. സ്പിരിച്വൽ ഫുഡ് എന്താണ്? ഒന്നിനു വായിച്ചേ, 4:34 വായിച്ചേ. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അന്ന് വേണ്ട ആഹാരം എന്ന് പറയണത്. അതെ, അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അത് ഭക്ഷണമാണ്. എന്നിട്ട് ഈ ഭക്ഷണം പുള്ളിക്കാരൻ കഴിക്കും, വൃത്തിമേനായിട്ട് കഴിക്കും. അതായത് അന്ത്യത്താഴത്ത് കഴിക്കത്തില്ല എന്ന് പറയും. ഞാൻ പിതാവിൻ്റെ ടേബിളിൽ ഞാനും അപ്പായും കൂടി 31 വർഷത്തിന് ശേഷം ഒരുമിച്ചിരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയും. അന്ത്യത്താഴത്തെക്കുറിച്ച് കുരിശുമരണത്തെക്കുറിച്ച് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും. കഴിക്കത്തില്ല. പക്ഷേ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞേച്ചും ആ ഭാഗം വായിച്ചു. ലൂക്ക 22:18. ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ഉപവാസമാണ്. എന്തിനുവേണ്ടി ഉപവസിക്കണത്? നമ്മൾ ഈ കാലങ്ങളിൽ ഉപവസിക്കണം എന്തിനാണ്? നമ്മുടെ മകളെ കെട്ടിക്കാൻ, നമുക്ക് PR കിട്ടാൻ, പെൻഷൻ കിട്ടാൻ, അല്ലേ? അതിനുവേണ്ടി ഉപവസിക്കണമെന്ന് ഞാൻ ഉപവസിക്കേണ്ടതെന്ന് പറയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും കൂടി അവർ കേസിൽപ്പെട്ടു സിംഗപ്പൂരിൽ. അപ്പോൾ അവർ തീരുമാനിച്ചു, ഞങ്ങൾ തമ്മിൽ ഇനി ശാരീരികമായ ബന്ധമില്ല, കർത്താവ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നവരെ. കാര്യം ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കരുണ ഇതിലേക്ക് ആവശ്യിക്കുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യും, ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം. എന്തൊരു സാക്ഷ്യമാണെന്ന് ഇന്നലെ പറഞ്ഞത്. അത് ഉപവാസമാണ്. പക്ഷെ അതൊരു മെറ്റീരിയൽ ഗെയിന് വേണ്ടിയുള്ള ഉപവാസമാണ്. ഈശോയുടെ ഉപവാസം എന്താ? ഈശോയുടെ ഉപവാസം നോക്കിയേ, ലൂക്ക 22:18 വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. അപ്പം എന്തിനാണ് ഈശോ ഉപവസിക്കുന്നത്? ദൈവരാജ്യം വരാനാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാണ് ഈശോയ്ക്ക്. അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആളെ ഗെത്സെമനി മുട്ടുകുത്തണത്. അത്താഴം കഴിഞ്ഞതിന് ശേഷം ഇതും പറഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വസ്ത്രഗീതം ആലപിക്കും. കാര്യം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ സ്വസ്ത്രഗീതമാണ് ആലപിക്കുന്നത്. ദൈവരാജ്യം ഇതിനു വേണ്ടിയല്ലേ അവൻ മാംസമായത്? അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് സ്വസ്ത്രഗീതം ആലപിക്കും. വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ആൾ സന്തോഷിച്ച് സ്വസ്ത്രഗീതം ആലപിക്കും. മർക്കോസ് 14:25-26. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം. ഇതാണ് സാധനം. ഇത് പരിശുദ്ധാത്മാവ് ഇപ്പം പറഞ്ഞത്. എന്തിനാണ് ഈ സ്വസ്ത്രഗീതം ആലപിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഉപവസിക്കുകയാണ്. ഇനി എന്താണ്? ഇനി ഭക്ഷണം കഴിക്കും. എന്താണ്? ദൈവരാജ്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ. കുരിശിലെ കാര്യമാണ് പറയണത്. കുരിശിനെ കുറിച്ചാണ് ഈ സ്വസ്ത്രഗീതം ആലപിക്കുന്നത്. കുരിശിലാണ് എൻ്റെ ഈശോ, നിൻ്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ഭക്ഷസദ്യ ഉണ്ണണത്, പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നത്. ഇത് സംഭവിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഗെത്സെമനിൽ അത് പറയുന്നുണ്ട്. ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിനെ ഓർത്തിട്ടാണ് നേരത്തെ സ്വസ്ത്രഗീതം ആലപിക്കുന്നത്. എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ്.
യോഹന്നാൻ്റെ സുവിശേഷം 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് കേട്ടെ നോക്കിയേ, എന്താണ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി ലാസ്റ്റ് മുട്ടുകുത്തുകണേ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഇനി ഇതിൻ്റെ കൂടെയാണ് നിങ്ങൾ പഴയത് വായിക്കേണ്ടത്. ഏതാണെന്നറിയാവോ? ആ 4:34. ഈ 17 യോഹന്നാൻ 17:4 കൂടെയാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതതിൻ്റെ പൂക്കളാണ്. ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെമ്മും വേരും കിടക്കണം എവിടെയാണെന്ന് അറിയാമോ? 4:34 യോഹന്നാൻ്റെ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ്, അവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം. ഈ ഭക്ഷണം കഴിക്കാൻ കുരിശിലേക്ക് കയറുന്നതിന് മുമ്പ്, കുരിശാണ് ശരി അവരൊരു ഭക്ഷണമേശയായിട്ട് വരണത്. അവിടെ കയറുമ്പോൾ ഗസ്റ്റുവിന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞത് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്താണ്? അങ്ങേപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഇതാണ് തിരുമനസ്, പിതാവിൻ്റെ തിരുമനസ്. ഇതാണ് ദൈവരാജ്യ ഈശോയുടെ ദൈവതിരുമനസ്, കർത്താവിൻ്റെ തിരുമനസ്, പിതാവിൻ്റെ തിരുമനസ്. ഇതാണ് കർത്താവിന് അന്ന് ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. അതാണ് ലീഡസ് നോട്ട് ടു ടെംപ്റ്റ്, ഡെലിവർ us from evil. ആമേൻ. ഇപ്പോൾ ഈവിൾ കാണുന്നുണ്ട് ആൾ. ഗെത്സെമനി വരാൻ പോകുന്ന ഈവിളിനെ കാണുന്നുണ്ട്. ആ തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാച് വീണ്ടും വരുന്നുണ്ട് ഗെത്സെമനിയിൽ. അതാണ് ഈവിൾ എന്നും പറഞ്ഞ് പറയണത്. ലീഡസ് നോട്ട് ടു ടെംപ്റ്റേഷൻ, ഡെലിവർ us from the evil. കണ്ടാ, അന്ന് കർത്താവ് പരസ്യജീവിതം തുടങ്ങിയ കാലത്ത് കർത്താവ് ആട്ടിപ്പുറത്താക്കിയ ആ പിശാച് വീണ്ടും വരണമെന്ന് ഗെത്സെമനിയിൽ. അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇഴന്നുറിഞ്ഞ് ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പിതാവ് കുരിശിൻ്റെ നടക്കുന്ന, കുരിശ് പൂത്ത് നിൽക്കണ പോലെ കുരിശ് വിജയം വരിക്കണമാണ്. അവൻ രാജാവായിട്ട് തന്നെ കുരിശെ കിടക്കും. പ്രലോഭനങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൻ കിടക്കും. ഒരു നോൻപും ഒരു ദുഃഖവെള്ളിയും ഒരു വലിയ വേഴവും ഒരു ദുഃഖശനിയും ഒരു ഉത്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തനി പകർപ്പുകളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണത്. അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ ഗെത്സെമനികളും കർത്താവിൻ്റെ കുരിശാരോഹണവും കർത്താവിൻ്റെ തിരുമരണവും എല്ലാം പ്രഖ്യാപിക്കുന്നു. ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട്, മരണം പ്രഖ്യാപിച്ചുകൊണ്ട്, വരവ് കാത്തിരുന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്.